എനിക്കൊരു പണി കിട്ടി, ആണെന്നെ പൊക്കി. എൻ്റെ ബർത്ത്ഡേ പിറന്നാളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നേപ്പാളിലുള്ള ചേച്ചിമാര് എൻ്റെ പിറന്നാൾ ഇന്നാണെന്ന് വിചാരിച്ചിട്ട് രാവിലെ എണീറ്റപ്പോൾ ബർത്ത്ഡേ വിശേഷമൊക്കെ പറഞ്ഞ് കേക്കൊക്കെ മുറിക്കാതെ. അപ്പം ഞാൻ പറഞ്ഞു ഇന്നല്ല 27-ാം തീയതി ആയിരുന്നു പറഞ്ഞു. രാത്രി എണീറ്റ് എന്താ പറയുക വിശ്വാസമൊക്കെ കിട്ടി. ഇപ്പോൾ വിശ്വാസമൊക്കെ കിട്ടിയിട്ട് ഇവിടെ ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങാം. ഇവിടെ നല്ല മഴക്കാറുണ്ട് തോന്നുന്നു, നോക്കണം. എത്തിയിട്ടില്ല, എത്തിയിട്ട് വേണം ബാക്കി പരിപാടികൾ വന്ന്. എനിക്കിതാ ചായയും ബിസ്ക്കറ്റൊക്കെ വന്നിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പോൾ ടൈം 9:30, ദില്ലി എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദില്ലിയിൽ നിന്ന് എന്താ പ്ലാൻ അറിയില്ല, പ്ലാൻ ചെയ്യണം. അപ്പോൾ എല്ലാവരും പോവുകയായി, എല്ലാവരൊക്കെ പോവുക. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തോന്നിയിടത്തേക്ക് പോട്ടെ. അവരൊക്കെ അവരുടേതായ ലൊക്കേഷനുണ്ട്, അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്, അവരവിടേക്ക് പോവുകയാണ് പയ്യ. അപ്പോൾ ഞാൻ മാത്രം തോന്നിയിടത്തേക്ക് പോവുക. ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങട്ടെ. ഇതേ മെട്രോ കയറാൻ വേണ്ടിയിട്ട് പോവാണ് ചാന്ദിനി ചോക്കിലേക്ക്. അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് പർച്ചേസിങ് ഉണ്ട്, ചെറിയ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകണം. ഇതാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഓക്കെ, ഞാൻ തിരിക്കട്ടെ, മഴ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. പോട്ടെ. അപ്പോൾ ചാന്ദിനി ചോർക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ മെട്രോ പിടിക്കണം. മെട്രോ സ്റ്റേഷൻ എവിടെ അറിയില്ല, തപ്പി നടക്കണം. തപ്പി കണ്ടെത്തിയിട്ട് വേണം എന്താക്കാൻ. എൻ്റെ കയ്യിൽ എണ്ണയും കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് സ്കാനിങ്ങിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്താ അവസ്ഥ അറിയില്ല, നോക്കട്ടെ. എണ്ണയും കുപ്പിയും കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല. ഇവിടുന്ന് എന്താ കയറിയിട്ടുണ്ട് ചാന്ദിനി ചോറപ്പുറം. എന്താ പറയുക, ദില്ലി കട്ടമഴ. ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കാൻ എനിക്കറിയില്ല. ഒരു കാര്യം പറയാം, ഞാൻ ഇറങ്ങിയ സമയം നല്ലതായതുകൊണ്ട് എന്തെങ്കിലും നല്ല നല്ല വീഡിയോസ് നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കരുത്. എന്നാലും പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ട്രാവലിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉൾപ്പെടുത്താം. അപ്പോൾ ഇപ്പോഴൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഈ മഴയൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇനി നമുക്ക് പല സ്ഥലത്തേക്ക് പറന്ന് നടക്കാം. മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്, നിങ്ങൾ കാത്തിക്കട്ടെ. അപ്പോൾ ഇതാണിപ്പോൾ ദില്ലിയുടെ അവസ്ഥ. എന്താ പറയുക, അല്ല മഴ എന്ന് പറഞ്ഞാൽ വീട്ടിലും മഴ. ഇതറിയില്ല അവിടെ എങ്ങനെയാണ്. ഞാൻ വരുന്ന സ്ഥലങ്ങളൊക്കെ മഴയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടാസ്ക് ഉണ്ട്. പിന്നെന്താ, കുറച്ച് വീഡിയോസ് കുറയും, സ്ഥലങ്ങൾ കാണാനൊക്കെ കുറയും. തൽക്കാലം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. അതാ മെട്രോ പോകുന്നുണ്ട്. എൻ്റെ വണ്ടി ഈ സ്റ്റേഷനിലാണ് വരുന്നത്. സോറി, ഇതാ ഇവിടെ ഞാൻ കാത്തിരിക്കുകയാണ്. ഇത് രാജീവ് ചോക്കാണ്. ചോക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 2 മെട്രോ ട്രെയിൻ എടുക്കണം. ഇപ്പോൾ രാജീവ് ചോക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ചാന്ദിനി ചോക്കിലേക്ക് പോകാൻ വേറെ മെട്രോ വരും. അത് പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചാന്ദിനി ചോക്കിലേക്ക് പോകണം. ഓക്കെ, ഒടുക്കം ചാന്ദിനി ചോക്ക് എത്തിയിട്ടുണ്ട്. എന്താ പറയുക, ദൈവം സഹായിച്ചിട്ട് ഞാൻ എവിടെ പോയാലും അവിടെ മഴ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാം. ആളുണ്ട്, പോസ്റ്റാണ്. ഇത് ഡൽഹിയിലത്തെ ഒരു ചെറിയൊരു കൊച്ചു മാർക്കറ്റാട്ടോ. അല്ല സോറി, കൊച്ചു മാർക്കറ്റ്, കൊച്ചു മോളാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ കയറിയിട്ടില്ല. അകത്ത് കയറാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കയറണം. എന്തായാലും ഇപ്പോൾ ഞാൻ വന്ന കാര്യം നടക്കട്ടെ. ഇത് ഇവിടുത്തെ ഗുരുദ്വാറാണ്, ശീഷ്ഗഞ്ച് ഗുരുദ്വാറാണ്. എന്താ പറയുക, ദില്ലിയിലെത്തിയിട്ടുണ്ട്. ഇത് ചാന്ദിനി ചോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പക്ക നല്ല അടിപൊളി ക്വാളിറ്റി സാധനങ്ങൾ റേറ്റ് കുറവിന് കിട്ടുന്നൊരു സ്ഥലം. അതാണ് ചാന്ദിനി ചോക്ക്. അപ്പോൾ ഞാനിവിടെ മഴയൊക്കെയാണ്. എൻ്റെ അവസ്ഥ ഭയങ്കര ഇതാണ്. മഴ കൊണ്ട് നന്നിട്ട് ഒരു ഭയ്യ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആള് പറഞ്ഞ്
ഷൂവൊക്കെ എവിടെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പോയി നോക്കട്ടെ. എന്തായാലും നമുക്ക് അറിയാൻ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ലതാണെന്ന് തോന്നുന്നു, അറിയില്ല. അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒന്ന് പരിചയപ്പെട്ടാ. എന്തായാലും പോട്ടെ. ചെറിയ കോമഡി പറഞ്ഞുതരാം. ഇത്ര നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഒരു 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ എന്നോട് ചോദിക്കണേ, ഇങ്ങനെ അനിയനല്ലേ, നിനക്ക് ഞാൻ കടയൊക്കെ കാണിച്ചു തരാം, എനിക്കൊരു 100 രൂപ കിട്ടുന്നു, ഇവിടെ വിറ്റ് വേണ്ടിയിട്ട് നടക്കരുത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ 100 രൂപ ചോദിക്കുന്നത് നല്ല കാര്യമായി. അതാണ് ഒരു ഇതിന് ഓരോന്നൊന്നര മാർക്കറ്റ് ചെയ്താ തുണികൾ. എന്താ ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല കേട്ടോ, ഇവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ട, അച്ഛനും അമ്മ ചോദിച്ചിട്ട് ബാക്കി എല്ലാം ഉണ്ട്. ബാക്കിയോടെ ഒന്നും കിട്ടാത്തില്ല. ഞാനിവിടെ ഒന്ന് മൊത്തം കറങ്ങട്ടെ. എന്തായാലും ദില്ലി വന്നാണ്, മൊത്തം കറങ്ങി വന്ന് റൂട്ട് അടിച്ച് എന്തൊക്കെയാണ് ഉള്ളത്, എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് നോക്കണം. പരുതി അവസാനം ആവശ്യമുള്ള എന്തെങ്കിലും കിട്ടുമെന്നില്ല നോക്കാം. എനിക്കൊന്നും വേണ്ട, മെയിനായിട്ടൊരു ട്രെക്കിംഗ് ഷൂ ആണ്. എന്ന് വെച്ചാൽ എൻ്റെ ഈ ഷൂ ഇല്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഉത്തരാഖണ്ഡ് പോകുമ്പോൾ എനിക്ക് എന്തായാലും മസ്റ്റായിട്ട് ഷൂ വേണം. അതിപ്പോൾ ഇല്ലാത്ത പൈസ എവിടെയെങ്കിലും കടം മേടിച്ചിട്ടെങ്കിലും ഞാൻ എന്തായാലും മേടിക്കും. ഇവിടെ റേറ്റ് കുറവാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എന്തായാലും നടക്കട്ടെ. ഇതാണ് മക്കളെ മാർക്കറ്റ്. എന്താ പറയുക, ഒരു കുന്ന് തിരക്ക്, ഇല്ലാത്ത സാധനങ്ങളും ഇല്ല. പക്ഷേ ഇവിടുന്ന് തപ്പി നടക്കണം. നമുക്ക് എന്താണോ വേണ്ടത് ഇവിടുന്ന് തപ്പി നടക്കാനുള്ള ഒരു പരിപാടി നടക്കില്ല. തപ്പി തന്നെ നടക്കണം. ഞാനിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുക. മൊബൈൽ ഫോണൊന്നും അങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ കയ്യിൽ നിന്ന് വരെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്ന ടീംസുകളാണ്, അറിയില്ല. അപ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഞാനിവിടെ ഒന്ന് പോട്ടെ. അപ്പോൾ ദില്ലി തെരുവിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതെ അവിടെ നോക്കൊരു ചെറിയൊരു അമ്പലമുണ്ട് കാണുന്നുണ്ട്. അവിടെ മാത്രമൊന്നുമില്ല, അതിൻ്റെ അപ്പുറത്തുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഷൂ കിട്ടാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ അകത്തൊക്കെ മാർക്കറ്റാണ്. എൻ്റെ പിന്നെന്താ നിങ്ങൾക്കറിയാലോ, എൻ്റെ ബാഗിൽ ഒത്തിരി വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് വെച്ചിട്ട് ഞാൻ നടന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ എത്രയോ കിലോമീറ്ററുകൾ നടന്നു. നോക്കട്ടെ. ഇങ്ങനെ ആൾക്കാരെന്നെ വണ്ടിനൊക്കെ കബളിപ്പിച്ചിട്ട് അകത്തേക്ക് കയറാം. ഇതിപ്പോൾ എന്താക്കാം, ഇത് അകത്തേക്ക് കയറാൻ പറ്റുമോ നോക്കട്ടെ. പൊളി. ഡൽഹിയിലെത്തിയിട്ട് സ്ട്രീറ്റ് ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ്. ഒരു 30 രൂപ 40 രൂപ എന്താ ഉള്ളൂ. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, പിന്നെ നല്ല അത്ര കഴിച്ച് പിന്നെ മെസ്സിൻ്റെ വയ്യ. അപ്പോൾ അതുകൊണ്ട് ഇത് മേടിച്ച് കഴിക്കാമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇത് കഴിക്കട്ടെ. ഇത് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യം നോക്കാം. എനിക്ക് ഷൂ എടുക്കണം, അതാണ് മസ്റ്റ്. നടന്നപ്പോൾ കിതച്ചിട്ട് വയ്യ, അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു കേട്ടോ. ഞാനിപ്പോൾ എന്താ പറയുക ആലോചിക്കുന്നതാണ് നിങ്ങൾക്ക് ഡൗട്ട്. ഇതിലിപ്പോൾ അകത്തേക്ക് ഇപ്പോൾ ഏതാ വഴിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിപ്പോൾ അകത്തേക്കൊന്ന് കയറിയ കൊള്ളായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നത് ഡൽഹിയിലത്തെ ലാൽ കില പറഞ്ഞ എന്താ പറയുക ഒരു ചെങ്കോട്ടയാണ്. പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന 1639 എന്താണ് ഇത് പണി കഴിഞ്ഞു. 1639 വെച്ച് കഴിഞ്ഞാൽ മെയ് 12 വില പോയത്. അപ്പോൾ 1639 ഇതിൻ്റെ പണി തീർന്നത്. പിന്നെന്താ 1639 മെയ് 12 പിന്നെ രാജാക്കന്മാർ വാണുണ്ടായിരുന്നൊരു കൊട്ടാരമാണിത് കാണുന്നത്. പിന്നൊരു കാര്യം, ഇത് ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടാക്കിയ മഹാൻ്റെ പേരെന്താ അറിയോ? ഷാജഹാൻ ചക്രവർത്തി. ഷാജഹാൻ ചക്രവർത്തിയാണ് ഇതുണ്ടാക്കിയത്. അപ്പോൾ അത് നമ്മൾ ഡൽഹിയിൽ വന്നിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രത്യേകതരം ഭാഗ്യം വേണം. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ എനിക്ക് അങ്ങനെ അറിയണമെന്ന്. ഞാൻ ഗൂഗിളിൽ നോക്കിയത് വേറെ ഇപ്പം അങ്ങനെ അറിയാനാണ്. പക്ഷെ നിങ്ങൾക്കും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. എന്തായാലും നടന്നൊക്കെ ഒന്ന് കാണട്ടെ. ഇത് ഒരു 5-6 കിലോമീറ്റർ ഒന്നും നടക്കാനുണ്ട്. അത് മൊത്തം ഞാൻ നടന്ന് തീരുമൊന്നുമില്ല. പക്ഷെ നോക്കട്ടെ, പട്ടണത്തോളം നടന്ന് കാണിച്ചാലോ. ഇനിയിപ്പോൾ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന കാര്യം വേറെ ഒന്നുമല്ല. ഇത് ഈ നിൽക്കുന്ന ഗുണ്ട് വിടുന്ന സാധനം കണ്ടോ? ഇതിലാണ് അപ്പുറത്തെ വളപ്പിലേക്ക് ഇവിടുത്തെ രാജാക്കന്മാർ പണ്ട് ഗുണ്ട് വിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുണ്ട് വിട്ട് അത് കേട് വന്നു കഴിഞ്ഞപ്പോൾ ഉമ്മർത്ത് ഇതങ്ങനെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെക്കും. കണ്ടോ ടൈം ആകുമ്പോ ഇതുണ്ട് കേട്ടോ.
പറയാ അകത്തൊക്കെ കയറിയിട്ട് ടിക്കറ്റൊക്കെ കയറിയിട്ട് എടുക്കണം. സോറി, അങ്ങനല്ല, അകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കൊടുത്തിട്ട് വേണം അകത്തേക്ക് പോകാൻ. എൻ്റെ അടുത്ത് പിന്നെ പൈസ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ടിക്കറ്റ് എടുക്കുന്നില്ല. ഞാൻ എന്തായാലും ഈ പുറത്തിങ്ങനെ ചുറ്റി കണ്ട് മതി മറന്ന് എന്താ കുറച്ച് ആസ്വദിച്ചിട്ടൊക്കെ ഞാൻ പോവാം. അല്ലാണ്ട് ഇപ്പോൾ പൈസ കൊടുത്തിട്ടുള്ള പരിപാടിക്ക് എനിക്ക് വയ്യ. പൈസ കൊടുത്ത് എന്താ പറയുക, നമുക്ക് ആ പരിപാടി ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തിന് നമ്മളിത് അങ്ങനെയൊക്കെ കാണുന്നു. എന്തായാലും വന്ന സ്ഥിതിക്ക് ഇതൊക്കെ കാണാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോശമല്ലേ. പിന്നെ എന്തൊക്കെയോ റിബണൊക്കെ മുകളിൽ കെട്ടി തൂക്കിയിട്ടുണ്ട്. ഏതോ ഉണ്ട്, ഇതാ ഇപ്പുറത്തുണ്ട്, ഇത് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ റിബണൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു സാധനം നിങ്ങളെല്ലാവരും കണ്ടില്ലേ, ഇതിൻ്റെ വർഷവും വരുമാനവും ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏത് രാജാവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോട്ടെ എന്നാൽ എന്താ പറയുക, ഇതാ ഈ ഒരു ചുവന്ന കൊട്ടാരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു മന്ദിരമാണ്. മന്ദിരം ഒന്നൊന്നല്ല, 2-3 നല്ല അടിപൊളി കളർഫുള്ളായിട്ട് നല്ല തിളങ്ങി നിൽക്കുന്ന മന്ദിരങ്ങളാണ്. മന്ദിർ മീൻസ് അമ്പലം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ് അമ്പലം. അപ്പോൾ അമ്പലം ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഞാൻ ബായ് പറഞ്ഞ് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഓക്കെ ബായ്. ഞാൻ കേട്ടെ എന്നാൽ ഈ കുറച്ച് പർച്ചേസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഉത്തരാഖണ്ഡ് ഗോയിങ് ടു ഉത്തരാഖണ്ഡ് ജായക. ഓക്കെ, ഇളനീര് കൊത്തി വെച്ചിട്ടുണ്ട്. ഇത് 10 രൂപയായേ. ഓക്കെ, ഇതിന് 10 രൂപ പറയണേ. ഇത് മധുരമൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അറിയില്ല മധുരം ഉണ്ടാവുമെന്ന്. മേടിക്കണോ വേണ്ടെന്ന് ഞാൻ ആലോചിക്കാം. നോക്കാം എന്തായാലും. आपका नाम भैया? राम जी और कैसे है? बढ़िया है. ओके, जय श्री राम. ഓക്കെ, ദില്ലിയിൽ ഒരു ലൈറ്റ് മേടിക്കാൻ വേണ്ടി വന്നാൽ എല്ലാവർക്കും 350 രൂപ 400 രൂപ കൊടുക്കുന്നത്. എനിക്ക് ഞാനിങ്ങനെയൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് 250 രൂപയ്ക്ക് തന്നു. പാവം. നല്ല ജയ ശ്രീറാം. बढ़िया बढ़िया बढ़िया. अच्छा नाम है. अच्छा है. बढ़िया बढ़िया बढ़िया. अच्छा है. ओके भाई, आ जाएगा. ഇവിടെ എങ്ങനെ അറിയോ, ഡൽഹിയിൽ വാച്ചുകൾക്ക് ഒരു പോർഷൻ, അതേപോലെ ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് വേറൊരു പോർഷൻ, ഡ്രസ്സുകൾക്ക് വേറൊരു ഭാഗം, ഷൂകൾക്ക് വേറൊരു ഭാഗം, ഇങ്ങനെ ഓരോന്നിനും ഓരോ സെക്ഷനായിട്ടാണ്. ഒരു ഭാഗത്തിലാണ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അവിടെ നിന്നൊക്കെ എവിടെ നിന്നാണോ പത്തി ഉണ്ടാക്കുന്നത് നമുക്ക് അവിടെ നിന്ന് പത്തി ഉണ്ടാക്കാം. भैया ये कितना है भैया? हेयर है कितना? 70 नहीं, छोटा वाला 70 है. അയ്യോ, ഇതിന് 70 രൂപ. എനിക്കെൻ്റെ മുടിയൊക്കെ ചെയ്യണമെന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 70 രൂപ എൻ്റെ പഠിക്കില്ല. ലാസ്റ്റ് ഇതിനായേതാ ഫിക്സഡ് റേറ്റ്? ഓക്കെ ഓക്കെ, വേണ്ട 70 രൂപ കേട്ടോ, വേണ്ട. സോറി ഭയ്യ. ഇവിടെ ഒരു കുന്നുണ്ട് കാണിച്ചു തരാൻ. ഇതൊന്നും ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, അതൊക്കെ റേറ്റ് കുറവാണ്. റേറ്റ് കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഇവർ പറയുന്നത് നമ്മളെ കാണുമ്പോൾ ഒത്തിരി റേറ്റ് കൂടുതലാണ് പറയുക. അപ്പം നമ്മൾ നന്നായിട്ട് സംസാരിച്ച് ഒരു ഏറെക്കുറെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ റേറ്റ് കുറച്ച് തരും. भैया ये कितने हैं? 350 दिया ब्रांड. ഓ, और 250 രൂപ. അങ്ങനെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവർ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ പിന്നെ ചിലപ്പോൾ 2000 പോയി കഴിഞ്ഞാൽ റേറ്റ് കുറയ്ക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് ഐഡിയ ഒക്കെ വേണം, ഐഡിയപരമായിട്ട് ചിന്തിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് പോട്ടെ. എനിക്ക് ഷൂ ഒന്ന് കിട്ടണം. ഷൂ കിട്ടി ഞാൻ അവിടെ നിന്ന് പോവും. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞ് മേടിക്കാനൊന്നുമില്ല. അതൊക്കെ തുണികളും മണികളൊക്കെ തന്നെ കേട്ടോ. എന്താ പറയുക, ഒരു ചെറിയൊരു എമൗണ്ടൊക്കെ എടുത്തിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കുന്ന് വാരിക്കൊണ്ടുപോകാം. നമുക്ക് എന്താ പറയുക, ഒന്നും ഇല്ലാത്തില്ല, എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാം ഇവിടെ കിടക്കും. ഒരു കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ചലിക്കട്ടെ. ട്രാക്ക് സൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. റേറ്റ് കുറവായിരിക്കും, റേറ്റ് കുറവാണ്. പിന്നെ നമ്മൾ ബൾക്കൊക്കെ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും റേറ്റ് കുറയും. അപ്പോൾ ചലിക്കട്ടെ. ഞാനിങ്ങനെ ഇട്ട് അവിടെ കൂടെ നടന്നു പോകുമ്പോൾ ഒരു ഫാമിലി, ഒരു പയ്യനാണ്, കല്യാണം കഴിഞ്ഞ് കൊച്ചൊക്കെ ഉണ്ട്. അവർ നടന്നു പോകുമ്പോൾ എന്നോട് ചോദിച്ചതല്ല, ടോട്ടലി മൊത്തത്തിൽ ഇങ്ങനെ പറയില്ലേ, സാധനം കയ്യിൽ, നമ്മൾ മറ്റേ സിനിമയിൽ സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ മലയാളികൾ ആരെങ്കിലും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ അവരും തിരിഞ്ഞു നോക്കി. ഒരു മലയാളി ഫാമിലിയാണ്. കണ്ടു ചിരിച്ചു.
ഹായ് ബയ്യാന്ന് വിളിച്ചിട്ട്. ബടിയാന്നല്ല, ബടിയാന്ന് പറഞ്ഞാൽ നല്ലത്, ബയ്യാന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ നടക്കട്ടെ, നടന്നുകൊണ്ടേ ചൽ ചൽ ചലേ. എന്താ പറയുക, ദില്ലിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വേറെ വൈബായി. കാരണം നമുക്കറിയാത്തൊരു നാട്ടിൽ കൂടെ നമ്മൾ ഇങ്ങനെ എല്ലാം അറിഞ്ഞ പോലെ ഇങ്ങനെ ടെൻറ്റ് നടക്കുമ്പോൾ അതിൻ്റെ സുഖം വേറെയാണ്. കാരണം നമുക്ക് ഒട്ടും അറിയില്ല എന്താന്ന് പോലും അറിയില്ല. ആ ഒരു നാട്ടിൽ കൂടെ നമ്മളിങ്ങനെ അറിഞ്ഞ് എല്ലാം അറിയാം. മറ്റുള്ളവർ കാണുമ്പോൾ എല്ലാം അറിയാം. എന്നാൽ നമ്മുടെ ഉള്ളിലോ ഒന്നും അറിയില്ല. എന്നിട്ട് ഇങ്ങനെ ടെൻറ്റ് നടക്കുക. അന്തസ്. പിന്നെ ദില്ലിയിൽ ഈ ഒരു പോർഷനിൽ കുറച്ചങ്ങോട്ട് റെയിൽവേ സ്റ്റേഷൻ വിട്ട് കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുടിക്കാൻ വെള്ളം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുടിക്കാൻ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അവിടെ വരിക. അടിപൊളി നല്ല വൃത്തിയുള്ള വെള്ളം കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ചെറിയ വ്ളോഗൊക്കെ ആയിട്ട് ഇങ്ങനെ പോട്ടെ. ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് തോന്നുന്നു. എന്താ പറയുക, ഒരു പഴയ ഒരു സിറ്റി ആ ഒരു വൈബിലേക്ക് വന്ന പോലെ ഉണ്ട്. പക്ഷേ ആൾക്കാർ തിരക്കാണ്, ആൾക്കാരെ കൊണ്ട് നടക്കാൻ വയ്യ. ഒരു ഭാഗത്ത് പലഹാരങ്ങൾ, ഒരു ഭാഗത്ത് മുറുക്കാൻ കട, ഒരു ഭാഗത്ത് തുണിക്കട, ഒരു ഭാഗത്ത് ഷൂവിൻ്റെ സെറ്റ്, ഒരു ഭാഗത്ത് എന്താ പറയുക ലോകത്തിൽ കിട്ടാത്ത സാധനങ്ങൾ ഇവിടെ വന്നാൽ കിട്ടും. പക്ഷെ എന്താ പരുതണം, പരുതി അവസാനം വളരും. നല്ല രസമുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ഒരു വൈബ് പിടിച്ച് നടന്ന് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ എല്ലാം കൊണ്ടും ഡൽഹി എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായ പോലെ തോന്നുന്നു. ഒരു ചോട്ടാവാല ബഡാ സിറ്റി. ഇവിടെ ഇങ്ങനെ എന്താ പറയുക, റോഡ് സൈഡിൽ ഇങ്ങനെ ഓരോ പണിക്കുള്ള ആൾക്കാരുണ്ട്. പേപ്പർ പണിക്ക്, പെയിൻറ്റ് പണിക്ക്, അങ്ങനെ എല്ലാ പണിക്കും. അപ്പോൾ അവരിങ്ങനെ വന്നിരിക്കും. ഓരോ ആൾക്കാർ വന്നിട്ട് വിളിച്ചിട്ട് പോവും. അങ്ങനെയൊക്കെയാണ്. ഒരു എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ലൈഫ് തന്നെ കേട്ടോ. അങ്ങനെ ഉള്ളവനും ഉണ്ട്, ഇല്ലാത്തവനും ഉണ്ട്. രണ്ടാൾക്കാരുടെ ജീവിതം നമുക്കിവിടെ കാണാം. ഉള്ളവൻ്റെയും കാണാം, ഇല്ലാത്തവൻ്റെയും കാണാം. എന്തായാലും നമ്മളിപ്പോൾ രണ്ടും കാണുന്നുണ്ട്. ഉള്ളവൻ്റെ ഇതിൽ കൂടുതൽ ഉണ്ടാവില്ല, ഇപ്പോൾ ഇല്ലാത്തവൻ്റെ ആയിരിക്കും. പിന്നെ അമ്മമാരൊന്നും കൂട്ടിയിട്ട് ഇവിടേക്ക് വരാൻ പാടില്ല കേട്ടോ. അപ്പോൾ തന്നെ പറയുക. കാരണം തുണിമണികൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരോട് ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടാവില്ല. അപ്പോൾ പരമാവധി അമ്മമാരെ ഒന്ന് വിളിച്ചിട്ട് ദില്ലിക്ക് വരാതിരിക്കുക. ഇനിയിപ്പോൾ പോട്ടെ. അമ്മമാരെ വിളിച്ചുകൊണ്ടെന്നാലും പിന്നെയും കുഴപ്പമില്ല. അമ്മമാർക്ക് നമ്മുടെ വിഷമം കണ്ടെത്തിയെങ്കിൽ അമ്മമാർ നോക്കൂല. കാമുകിമാരൊക്കെ വിളിച്ച് കൊണ്ടുവന്നോ തീർന്ന് അടപടലം മൂഞ്ചു. അതുകൊണ്ട് പരമാവധി ശ്രദ്ധിക്കുക. കാമുകിമാരൊന്നും വിളിച്ചിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊന്നും വരരുത്. കാരണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് കാമുകിക്കുക മേടിക്കേണ്ടെന്ന് തോന്നാം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയൊരു പണി കിട്ടി. എന്താ ചെയ്യുക, വരുമ്പോൾ എൻ്റെ ഗ്യാസ് പിടിച്ചില്ല. പക്ഷേ പോകുമ്പോൾ എൻ്റെ ഗ്യാസ് പൊക്കി. ഇനിയിപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും എൻട്രൻസ് കൂടെ കയറാൻ പറ്റും നോക്കണം. അതൊക്കെ പണി കിട്ടി. ഞാൻ കിട്ടില്ലാന്നാണ് വിചാരിച്ചത്. കിട്ടി. എന്തായാലും വേറെ വഴി നോക്കണ്ട. ചെറിയൊരു ടാസ്ക് ഉണ്ട്, പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബേഗിനുള്ള കുക്കിംഗ് സ്റ്റവും ഗ്യാസും കൊണ്ട് കയറാൻ പറ്റില്ല. ഞാനിവിടെ ഓടിച്ച് നിൽക്കുക. എന്താ പറയുക, എന്തെങ്കിലും ആനന്ദനഗർ എത്തണം. എന്നാലും അവിടെ ട്രെയിൻ കിട്ടുള്ളൂ. ട്രെയിൻ ആനന്ദ പൊക്കി. ഒരു 8ൻ്റെ പണിയായിട്ട് ഇവിടെ നിൽക്കുക. എന്താ പറയുക, ഒന്നെൻ്റെ ഗ്യാസ്, പിന്നെ എൻ്റെ ടിക്കറ്റ് മിസ്സായി. ഇതൊന്ന് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ വല്ലാത്ത ചടങ്ങൊന്നുമല്ല. അപ്പോൾ അതിനുവേണ്ടി നിൽക്കുക. ഗ്യാസ് കാരണം ഇനിയിപ്പോൾ ട്രെയിനിൽ കയറാനും പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഒരു മൂന്ന് ഗേറ്റ് കൂടി ഞാൻ പോയി നോക്കി നടക്കില്ല. പക്ഷെ വരുമ്പോൾ എന്തോ ഭാഗത്തിന് ഞാൻ രക്ഷപ്പെട്ട് വരണം. 3 ഗേറ്റ് കൂടി പോയി നോക്കി നടക്കണില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയില്ല. എന്തെങ്കിലും ചെയ്യണം, നോക്കട്ടെ. പേടിച്ച് അവസാനം അതപ്പോൾ രാജീവ് നഗറിലെത്തിയില്ല. രാജീവ് നഗരിയാണ്. രാജീവ് നഗരി. ഇനി ഇവിടുന്ന് ആനന്ദനഗറിലേക്ക് പോകണം. കുറച്ച് പണി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ടിക്കറ്റിൻ്റെ പ്രശ്നം. അപ്പോൾ വണ്ടി വരാറായി ഞാൻ പോട്ടെ. ബാക്കിയൊക്കെ പറയാം.
ഇതാണ് പൊന്നു മക്കള് ദില്ലി. എന്താ പറയുക, സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ. ഓ സീനാണ്. എന്താ അടുത്തൊരു ലോക്കൽ മാർക്കറ്റൊക്കെ എത്തിയിട്ടുണ്ട്. ദില്ലിയുള്ളതാ, പക്കാ ലോക്കൽ മാർക്കറ്റ്. അവിടെയൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഞാനിപ്പോ കേറി പോകുന്നത് ഇവിടുത്തെ ഒരു എസ്കലേറ്റർ ആണ് കേട്ടോ. എസ്കലേറ്ററിന്റെ കോലം കാണണം, എന്റെ പൊന്നോ സീനാണ്. രാത്രി ഹരിദ്വാർ ഋഷികേശിലേക്ക് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. രാത്രി അവനിപ്പോ 8 മണി 8 മണി എത്ര ആവാറായി പോയിക്കൊണ്ടിരിക്കുന്നു. ഋഷികേഷ് എത്തിയിട്ടുണ്ട്. ഋഷികേഷ് എന്ന് പറഞ്ഞിട്ട് ഡെറാഡൂണിലേക്ക് എത്തിയത്. ഇനിയിപ്പോൾ ഇന്ന് രാത്രിയോടെ നേരത്തെ എത്തിയതുകൊണ്ട് കുറച്ച് ടെൻ്റ് അടിച്ച് കിടന്ന് ഉറങ്ങിയിട്ട് പോകാമെന്ന് കരുതി. സേഫാണെന്ന് അറിഞ്ഞുകൂടാ, നോക്കി നോക്കണം. ഇനിയിപ്പോൾ രാവിലെ കാണാം.